ചിന്നസ്വാമി സ്റ്റേഡിയം ദുരന്തത്തിൽ ഉത്തരവാദിത്തം RCBക്ക് എന്ന കുറ്റപത്രം DNA-ക്കും KSCA-ക്കും ഉത്തരവാദിത്തം ഉണ്ട്. കർണാടക CID തയ്യാറാക്കിയ 2200 പേജുള്ള കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. തെളിവായ CCTV ദൃശ്യങ്ങളും മൊഴികളും ഉണ്ടെന്നും CID 11 പേരാണ് വിജയാഘോഷം ദുരന്തമായപ്പോൾ കൊല്ലപ്പെട്ടത്. KB ശ്രീധരൻ നൽകും വിവരങ്ങൾ. ശ്രീധരൻ, വലിയ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ രേഖപ്പെടുത്തിയ മൊഴികൾ, സാഹചര്യ തെളിവുകൾ, അതിനൊക്കെ ശേഷം കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഈ ചിന്നസ്വാമി സ്റ്റേഡിയം ദുരന്തത്തിൽ 11 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. ഏതായാലും 6 മാസങ്ങൾക്കപ്പുറം ഇപ്പോൾ CID കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ സംഘാടകരായിട്ടുള്ള കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ, അതുപോലെ തന്നെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ടുള്ള DNA, ഇരുവർക്കുമാണ് ഇതിൻ്റെ ദുരന്തത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ളത് എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള അനുമതി വാങ്ങിയിരുന്നില്ല. പോലീസ് ആദ്യഘട്ടത്തിൽ ഈ കപ്പ് നേടിയതിന് തൊട്ട് പിറ്റേ ദിവസം ഈ വിജയാഘോഷ റാലി നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് പോലീസിന് മതിയായിട്ടുള്ള സുരക്ഷ ഒരുക്കാൻ സമയം ആവശ്യമാണ് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ യാതൊരു വിധത്തിലുള്ള പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും DNA-യുടെയും ഭാഗത്തുനിന്ന്, അതുപോലെ RCB മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ഈ 3 കൂട്ടരുമാണ് ഇതിൽ പ്രധാന ഉത്തരവാദി. അപ്പോഴും സർക്കാരിനെതിരെ യാതൊരു വിധത്തിലുള്ള കുറ്റപ്പെടുത്തലില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ വിജയാഘോഷ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് നിന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായിരുന്നു. RCB കപ്പ് നേടിയപ്പോൾ അത് തങ്ങളുടെ വിജയമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ആഘോഷിച്ചത്. ഇതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഒരു അനുമോദന പരിപാടി വിധാൻ സൗദയിൽ വെച്ചിരുന്നു. വിധാൻ സൗദ മുതൽ സ്റ്റേഡിയം വരെ കവൺ പാർക്കിൻ്റെ ഉൾഭാഗത്തു കൂടി ഉൾപ്പെടെ നിരവധി ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയൊക്കെ അന്ന് ഉണ്ടായി. ഏതായാലും സർക്കാർ ഈ വിഷയത്തിൽ കൈകഴുകി തുടക്കം മുതൽ തന്നെ പോലീസിനെ കുറ്റപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു. അന്നത്തെ ബംഗളൂരു കമ്മീഷണർ B. ദയാനന്ദയെ ഉൾപ്പെടെ സസ്പെൻഷൻ നടപടിക്ക് വിധേയനാക്കിയിരുന്നു. പിന്നീട് IPS ഉന്നത ഇടപെടലിനോട് തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സസ്പെൻഷൻ നടപടി, ട്രിബ്യൂണൽ നടപടി ഇടപെടലിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ നടപടിയൊക്കെ പിൻവലിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും അന്ന് സർക്കാർ കൈകഴുകി. ഈ CID കുറ്റപത്രത്തിലും സർക്കാരിനെതിരെ യാതൊരുവിധ പരാമർശമില്ല. RCB, DNA, കർണാടക സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷൻ, ഈ 3 കൂട്ടർക്കുമാണ് ഉത്തരവാദിത്തം എന്ന് തന്നെയാണ് ഈ 2200 പേജോളം വരുന്ന കുറ്റപത്രത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിലാണ് RCBക്ക് ഉത്തരവാദിത്തം എന്ന് കുറ്റപത്രത്തിൽ പറയുന്നത്.